ഹലോ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതുപോലുള്ള പഴയ വിൻറ്റേജ് വണ്ടികൾ നമ്മൾ റിന്യൂവൽ എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതിലൊന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ പെയിൻറ്റിങ് ആണ് കേട്ടോ. വണ്ടിയുടെ പെയിൻറ്റിങ് ഏകദേശം പക്കയാണെന്നുണ്ടെങ്കിൽ റിന്യൂവൽ കിട്ടാനുള്ള സാധ്യത നമുക്ക് വളരെ വളരെ കൂടുതലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ചേസ് നമ്പർ, അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ചേസ് നമ്പർ ഞാൻ കാണിച്ചു തരാം. പെയിൻ്റ് അടിക്കുമ്പോൾ കണ്ടോ, ജസ്റ്റ് നമ്മൾ പെയിൻ്റ് അടിക്കുമ്പം ഈ ചേസുമേൽ നമ്മൾ ജസ്റ്റ് ഒരു ടാപ്പ് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ലെറ്റേഴ്സ് കണ്ടോ കറക്റ്റായിട്ട് കാണാൻ കഴിയും. അത് RTO നോക്കുമ്പോൾ അവർക്കും എളുപ്പമായിരിക്കും. പിന്നെ അത് അവിടെ കിടന്ന് നമ്മളിത് ഈ ഒരതി പോക്കുമ്പോൾ ഒരുപക്ഷെ ഈ നമ്പർ നമുക്ക് മാഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം അത്രയും നൈസായിട്ടാണ് ഈ ഒരു ലെറ്റേഴ്സ് വരുന്നത് കേട്ടോ. അപ്പം അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ എൻജിൻ നമ്പറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഏകദേശം അങ്ങനെ തന്നെയാണ്. ഇതും അവിടെ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇവിടെ പിന്നെ പെയിൻ്റ് അടിച്ചാലും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ ചേസിമിലോട്ട് വരുമ്പോഴാണ് വലിയ ഒരു പ്രശ്നം വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ മാക്സിമം നമ്മൾ ഷോറൂം കണ്ടീഷനിൽ നമ്മൾ വണ്ടി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. എക്സ്ട്രാ ഫിറ്റിങ്സ് ആയ ഡിസ്ക് കാര്യങ്ങൾ, അത് ഈ ഓപ്പൺ ക്യാറ്റ് സൈലൻസർ കുഴപ്പമില്ല. പക്ഷേ ഈ ഓപ്പൺ ക്യാറ്റ് ആകുമ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പം അതൊരു വലിയ പ്രശ്നമാവും. കാരണം ഇത് മോഡിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ റിന്യൂവൽ തള്ളിക്കളയും. അപ്പം അത് ശ്രദ്ധിക്കണം. പിന്നെ ഈ ഡിസ്ക് നമ്മൾ ചെയ്ത് പ്രോപ്പർ ബ്രേക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണ്, ഈ വണ്ടി ഇറങ്ങുന്ന ടൈമിൽ വണ്ടീൻ്റെ മുകളിൽ ഡിസ്ക് ഇല്ലായിരുന്നു, അപ്പോൾ ഇത് നിങ്ങൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വണ്ടിയുടെ വയറിംഗ് ആണ് കേട്ടോ. ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റ്, ഹോണ്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതില്ലെങ്കിൽ റിന്യൂവൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ മാക്സിമം അത് ക്ലിയർ ആക്കാൻ നോക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വണ്ടിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. ചലാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടി വരും. കോടതി പോയ ചലാനാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫീ അടച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിന്യൂവലിൻ്റെ ഡേറ്റ് അടുപ്പിച്ച് നമ്മൾ റിന്യൂവൽ എടുക്കാതിരിക്കുക. ഒരു 1 വീക്ക് മുന്നെങ്കിൽ നമ്മൾ റിന്യൂവലിനായിട്ട് പോയി ഫീ കാര്യങ്ങളൊക്കെ അടച്ച് നമ്മൾ റിന്യൂവൽ എടുക്കാൻ വേണ്ടി നോക്കുക. എനിക്ക് പറ്റിയൊരു പാൾട്ടാണ്. ഞാൻ ലാസ്റ്റ് ഡേറ്റിലോട്ട് കാത്തു നിന്നിട്ട് എനിക്ക് വണ്ടിക്ക് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്ന് റിന്യൂവലിന് പോകണമെന്ന് ലാഗായി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. മാക്സിമം നമ്മൾ മുന്നേതായിട്ട് എടുക്കാൻ നോക്കുക, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വണ്ടിയുടെ RC ബുക്കിൽ ഏതാണോ കളറ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും റിന്യൂവൽ എടുക്കാൻ പോകുമ്പം. അഥവാ നമ്മൾ കളർ ചേഞ്ച് ആക്കിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് റിന്യൂവലിനെ ബാധിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം കളർ നമ്മൾ ശ്രദ്ധിക്കുക. വണ്ടിക്ക് പിന്നെ സാരി കാർഡ് കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. ഇല്ലെങ്കിൽ അതും നമ്മുടെ റിന്യൂവലിനെ ബാധിക്കും. കാരണം കമ്പനി നമുക്ക് എങ്ങനെയാണോ വണ്ടി തന്നത് അതുപോലെ ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകുമ്പം. ഇല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ റിന്യൂവലിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്, അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഫാൻസി പോലുള്ള നമ്പർ ഈ സ്റ്റിക്കർ ഒട്ടിച്ചത് അതൊന്നും പറ്റില്ല കേട്ടോ. ഇതുപോലെ പഞ്ചിങ് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ റിന്യൂവലിന് പോകുമ്പം. അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഏജൻറ്റുമാരൊരു ടൈം പറയും, ആ ടൈമിന് തന്നെ മാക്സിമം എത്താൻ പറ്റും നോക്കാം. എനിക്ക് അതുപോലൊരു ഫാൾട്ട് എനിക്കും പറ്റിയിട്ടുണ്ട്. ഫാൾട്ട് പറ്റിയതല്ല, ഞാൻ രാവിലെ നേരത്തെ നീറ്റ് വണ്ടി വാഷ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കാർബറേറ്ററിലേക്ക് വെള്ളം ഇറങ്ങിയതാവുമെന്ന്. പക്ഷേ മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ നോക്കി. പക്ഷേ കാർബറേറ്ററിൽ വെള്ളം ഇറങ്ങിയതല്ല. ഇഗ്നിഷൻ കോയിലിൻ്റെ വയർ ചെറുതായിട്ട് ലൂസ് കണക്ഷൻ ഉണ്ടായിരുന്നു, അതാണ് എനിക്ക് പണി കിട്ടിയത്. എന്നോട് പറഞ്ഞ ടൈം 10 മണിക്ക് അവിടെ തിരുരങ്ങാടി RTO ഓഫീസിൽ എത്തണമെന്നായിരുന്നു. പക്ഷേ ഞാൻ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 9:45 അപ്പം അതൊന്നും ശ്രദ്ധിക്കണം. മാക്സിമം തലേന്ന് തന്നെ വണ്ടി കാര്യങ്ങളൊക്കെ കഴുകി നല്ല നീറ്റായിട്ട് എടുത്ത് വെക്കുക. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. എനിക്ക് റിന്യൂവൽ എന്തായാലും പാസ്സായിട്ടുണ്ട്, അപ്രൂവ് ആയിട്ടുണ്ട്. RC ബുക്ക് കൈമ കിട്ടിയിട്ടില്ല. RC ബുക്ക് ഓൺലൈനാണെന്നാണ് പറഞ്ഞത്. ഇനി RC ബുക്ക് അഥവാ നമുക്ക് കാർഡായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫീ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കാർഡായിട്ട് നമ്മുടെ കയ്യിലെത്തും. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ചു ചോദിച്ചപ്പം അവർ പറഞ്ഞത് എന്താണ്, അപ്രൂവൽ ആയിട്ടുണ്ട്, ഓൺലൈനിലാണ് നമ്മൾ RC ബുക്ക് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് കാർഡായിട്ട് വേണമെന്ന് പറഞ്ഞപ്പം എക്സ്ട്രാ ഫീ അടച്ചു കഴിഞ്ഞാൽ അത് കാർഡായിട്ട് കിട്ടുന്നവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
പിന്നെ ചില ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ് ഇതുപോലുള്ള പഴയ വണ്ടിക്ക് ഇപ്പോഴും റിന്യൂവൽ കിട്ടുന്നുണ്ടോ, അതുകൊണ്ട് അവരെടുക്കാൻ പേടിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള പഴയ വണ്ടികൾ ഇല്ല, അങ്ങനത്തെ ഒരു നിയമവും കാര്യങ്ങളും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. നമ്മൾ റിന്യൂവൽ എന്തായാലും നമുക്ക് പാസ്സായി കിട്ടും. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ പാസ്സായി കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പം ഇതുപോലെ പഴയ വണ്ടികൾ റിന്യൂവൽ എടുക്കാൻ നിൽക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.